ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി പാർട്ടി വെയർ ഡിസൈനാണ് ചെയ്യുന്നത്. എങ്കിൽ എളുപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി വർക്ക് കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേൺ എന്തായാലും പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ നമ്മുടെ യോക്ക് ഫുള്ളായിട്ടും വരുന്നൊരു പാറ്റേൺ ആണ്. നല്ല ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വെയറുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പ് നെക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം നെക്കിൻ്റെ താഴത്ത് ഒരു 1.25 ഇഞ്ച് വിഡ്ത്തിന് നമ്മൾ ഇതുപോലെ നെക്സ്റ്റ് ചേർന്നൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ 1.25 ഇഞ്ചാണ് ഗ്യാപ്പ് വരേണ്ടത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. അതൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുകയാണ്. ഞാനിതിപ്പോൾ പേപ്പറിൽ ഡ്രോ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ മെറ്റീരിയലിൽ കറക്റ്റ് അളവെടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിനോട് ചേർന്ന് വരുന്നത് 1.25, പിന്നെ നമുക്ക് ഗ്യാപ്പ് വരുന്ന ഭാഗം ഒരു 1/4 ഇഞ്ച്, പിന്നെ വീണ്ടും നമ്മൾ 1.25 ഇഞ്ചിന് വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് മിഡിൽ എവിടെയാണ് വരുന്നത് നമ്മൾ താഴെ അറ്റം വരെയും ആ മിഡിൽ കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളൊരു 1.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 6 ലൈൻ കൊടുക്കുന്നുണ്ട്. 6 ഇതുപോലെ ഒരു നെക്ക് ലൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് താഴത്ത് വരുമ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ വരുന്നത് 14 ഇഞ്ചസ് ആണ് കേട്ടോ. നമ്മുടെ യോക്ക് വരുന്നത് 14 ആണ്. നല്ല ഫ്ലെയർ ഉള്ള ഒരു അംബ്രല്ല കുർത്തിയാണ് കേട്ടോ. സ്ലീവ് ബട്ടർഫ്ലൈ സ്ലീവൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 14 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 14 ഇഞ്ചസ് വരുമ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരും. താഴത്ത് വരുമ്പോൾ മാത്രം നമുക്ക് ഇവിടെ ജോയിൻ ആവത്തില്ല കണ്ടോ. ഇതിപ്പം 1 2 3 4 5 6 ഈ 6 ലൈനും നമ്മൾ ഇതുപോലെ 1.25 ഇഞ്ച് വിട്ട് കൊടുത്ത് നമ്മൾ ഓരോ ഇതുപോലെ നെക്ക് ലൈൻ പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്ത് മാത്രം ഇവിടെ ഇങ്ങനെ ജോയിൻ്റായി വരത്തില്ല. നമ്മുടെ ഒരു ജോയിനിങ് പോർഷൻ ഇല്ലേ യോക്കിൻ്റെ, അതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് 14 ഇഞ്ച് തന്നെ കിട്ടും കേട്ടോ. 1.25 ഇഞ്ച് ഓരോ ലൈനും നമുക്ക് നമ്മുടെ ഡോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബീഡ്സ് വെക്കാനുള്ള സ്പേസാണ് ഈ 1.25 ഇഞ്ച്. ഈ 1/4 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് വെറുതെ സ്പേസ് നമ്മൾ വെറുതെ ഇട്ടേക്കുന്ന പോർഷനാണ് കേട്ടോ. വീണ്ടും ഇത് 1.25 ഇഞ്ചാണ് കേട്ടോ. ഇത് 1/4 ഇഞ്ച് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് യോക്ക് വരേണ്ടത് 14 ഇഞ്ചസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു 90% പേർക്കും നമുക്ക് യോക്ക് എന്ന് പറയുമ്പോൾ ഒരു 14 ഇഞ്ചസ് തന്നെയാണ് എടുക്കുന്നത്. അല്ല നിങ്ങൾക്ക് 14 അല്ല 15 ആണ് വരുന്നതെങ്കിൽ ചെറിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് ഈ വരയ്ക്കുന്ന ഈ ലൈനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. പറഞ്ഞല്ലോ നമ്മുടെ നെക്ക് എങ്ങനെയാണോ വരുന്നത് അതേ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ യോക്ക് വരെയും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഒരു 7 ലൈൻ കിട്ടിയിട്ടുണ്ട്. ഈ 7 പോർഷനിൽ നമുക്ക് ഈ വർക്കാണ് കൊടുക്കേണ്ടത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെക്ക് എത്രയെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ താഴത്ത് കണ്ട് ഇതുപോലെ തന്നെ നമ്മളൊരു ഷേപ്പിൽ 1.25 ഇഞ്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക. പിന്നെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക. വീണ്ടും ഒരു 1.25 ഇഞ്ച് ബീഡ്സ് വെക്കാനുള്ള പോർഷൻ അങ്ങനെ ചെയ്ത് താഴത്ത് 14 ഇഞ്ചസ് വരെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിപ്പം കുറച്ചേ വരച്ചിട്ടുള്ള മെറ്റീരിയലിൽ ഞാൻ ചെയ്യുന്ന അനുസരിച്ച് ബാക്കി വരയ്ക്കും. അപ്പോൾ ഞാൻ അവിടെ മെറ്റീരിയൽ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ പോർഷനൊക്കെ നമുക്ക് ബീഡ്സ് വെക്കാനുള്ളതാണ്. കറക്റ്റ് 1.25 ഇഞ്ച്, ഇവിടെ 1/4, ഇവിടെ 1.25. പിന്നെ നമുക്ക് വേണ്ട മെറ്റീരിയൽ ഞാൻ പരിചയപ്പെടുത്താം. ഇതുപോലെയുള്ള വൈറ്റ് ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് കേട്ടോ. നല്ല റെഡ് കളർ ജോർജറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ കട്ട് ബീഡ് മാത്രം മതി. വൈറ്റ് ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡ് മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. ഇതാണ് നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നീഡിലിനെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 1.25 ഇഞ്ച് ഫുള്ളും നമുക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഈ ബീഡ് കൊടുത്ത് പോരേണ്ടത്. ഇത് നമുക്ക് സ്പേസ് ആയിട്ട് വരേണ്ടത് വീണ്ടും 1.25 ഇഞ്ച് ഇവിടെ. അതുപോലെ യോക്ക് 14 ഇഞ്ചസ് വരെയും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ഇപ്പം തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ കണ്ടല്ലോ, ഫസ്റ്റ് നമ്മുടെ നെക്ക് ലൈനോട് ചേർന്ന് വരുന്നത് 1.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇതുപോലുള്ള വൈറ്റ് കളർ കട്ട് ബീഡ്സ് ആണ് ചെയ്യുന്നത്. ട്രാൻസ്പെറൻ്റ് ആണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് റെഡ് ആണല്ലോ മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിന് കറക്റ്റായിട്ട് സ്യൂട്ടായിട്ട് വരുന്ന കട്ട് ബീഡ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ വൈറ്റ് തന്നെ എടുക്കണമെന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് ആൻറ്റി ഗോൾഡോ അല്ലെങ്കിൽ ഗോൾഡോ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ ഏത് കളറെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. ഞാനിവിടെ വൈറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ വരുന്നത്. നമ്മൾ 1.25 ഇഞ്ചാണ് ഓരോ ലൈനും മാർക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 1.25 ഇഞ്ചും ഇതുപോലെ അത്യാവശ്യം നല്ല ഈ ഒരു തിക്നെസ്സിൽ തന്നെ ചെയ്തെടുക്കുക. നമ്മുടെ ബോർഡർ ലൈൻ കറക്റ്റായിട്ട് തന്നെ വരുന്ന രീതിയിൽ ഇത് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ 7 ലൈനാണ് വരച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ വരുന്നത് 3/4 ഇഞ്ചാണ്. അവിടെ നമ്മൾ വെറും സ്പേസാണ് കൊടുക്കുന്നത്. അടുത്ത വീണ്ടും 1.25 ഇഞ്ച്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്, ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ കട്ട് ബീഡ് മാത്രം മതി. നല്ല ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആണ് കേട്ടോ. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത് കേട്ടോ. വളരെ ഹെവി ആയിട്ട് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. നമുക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഒരു ഒറ്റ കട്ട് ബീഡ്സ് മാത്രം മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN Creations by താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.